ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ ദീപാവലി ആയാൽ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ട്യൂഷൻ ഉണ്ട് ഗൈസ്. കാര്യം ദീപാവലി കഴിഞ്ഞിട്ടുള്ള ദിവസം എനിക്ക് എക്സാമാണ്. അപ്പം അത് കുറച്ചൊന്ന് റിവൈസൊക്കെ ചെയ്യാനേ ഉള്ളായിരുന്നു. പിന്നെ ശിവ കാണാതെ ഒരു സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതാണ് ഈ ഒരു സാധനം ഗൈസ്. അവനിത് കണ്ടിട്ടുണ്ട് ഒരു തവണ, പക്ഷെ ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചെന്നാണ് അവൻ വിചാരിച്ചത്. അവനിതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അവൻ വരുന്നതെന്ന് ഞാൻ നോക്കുകയാണ്. എവിടുന്ന് വേണമെങ്കിലും ഓടിച്ചാടി വരാം. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അത് വെച്ച് വരുന്നില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാനായിട്ടൊന്ന് പോകുമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രഷായി ട്യൂഷന് പോകുമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു, അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ദീപാവലി ആയതുകൊണ്ട് അമ്മ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. 5 സ്റ്റാർ ഉണ്ടായിരുന്നു, പിന്നെ ലഡു ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പോഴേ തീർന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ വരുന്ന സമയം നോക്കി എനിക്ക് നാരങ്ങ വെള്ളവും പിന്നെ ഇതും ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നാരങ്ങ വെള്ളമൊക്കെ സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ അതെല്ലാം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. എൻ്റെ ഫ്ലവർ ക്ലിപ്പ് കേട്ടോ ഗൈസ്. ഇത് സത്യത്തിൽ എൻ്റെ അല്ല കേട്ടോ ഗൈസ്, അമ്മയുടെയാണ്. എൻ്റെത് പൊട്ടിപ്പോയി, ഞാൻ നൈസിന് അടിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റോറി ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ കുറച്ച് സ്റ്റോറി ബുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. ശിവയുടെ ബർത്ത്ഡേക്ക് സ്കൂളിലേക്ക് ഇങ്ങനെ ബുക്ക് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്ക് വാങ്ങിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ കുറച്ച് ബുക്സൊക്കെ ഞാനിങ്ങനെ നോക്കി. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബുക്കാട്ടോ ഗൈസ്. അതും അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബുക്കെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈകുന്നേരമായിട്ടോ ഗൈസ് ഒരു സ്നാക്സും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ന്യൂഡിൽസും കഴിച്ചു. പിന്നെ വൈകുന്നേരമായിട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം കൂടെ ഇരുന്നൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. മാത്സ് ആട്ടോ എക്സാം. അങ്ങനെ കുറച്ച് നേരം കൂടെ പഠിച്ചിട്ട് ഞങ്ങൾ നേരെ മോളിൽ പോയിട്ടോ ഗൈസ്. അവിടെ പടക്കം പൊട്ടിക്കാൻ പോയതാണ് ഗൈസ്, ദീപാവലി ആയതുകൊണ്ട്. ആദ്യമേ തന്നെ ഉള്ളത് നമ്മുടെ കമ്പിത്തിരി ആട്ടോ ഗൈസ്. അത് ഒരുപാടുണ്ടായിരുന്നു. ഇന്നലെ എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു, ഇനി കുറച്ചേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇതുണ്ട് ഗൈസ്, ഇത് അച്ഛനാണ് ഫുള്ള് പൊട്ടിക്കുക, അതെപ്പോഴും വാങ്ങും. പിന്നെ കൊരപ്പ്, അതേപോലെ തന്നെ അട്ട, അത് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാനതെല്ലാം കൊണ്ടും അവിടെ കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു വലിയ പണി കിട്ടി. അതായത് മഴ പെയ്തു ഗൈസ്. പിന്നെ ഞാൻ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടി. അതൊന്നും ക്ലിപ്പ് കിട്ടിയില്ല, എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് പോയി ഗൈസ്. പിന്നെ നമുക്ക് അട്ടയൊന്നും വലിയതായി കത്തിയില്ല, പക്ഷേ വീഡിയോയിൽ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അട്ടയൊക്കെ കത്തിക്കുന്ന കാണിക്കുന്നുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് എന്നാലും കത്തി കേട്ടോ ഗൈസ്. പിന്നെ ഞാനായിരുന്നു കൊരപ്പ് കത്തിച്ചത്. എൻ്റെ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ കമ്പിത്തിരി അല്ലാത്ത ഒരു പടക്കം കത്തിക്കുന്ന. അതിൻ്റെ സന്തോഷം കേട്ടോ ഗൈസ് എൻ്റെ മുഖത്ത്. ഞാൻ കത്തിക്കുന്നത് ഓടും ഗൈസ്, അപ്പോഴേ ഇറങ്ങി കണ്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കത്തിച്ച് അടിപൊളിയായിട്ട് വന്നായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശിവയെ അതൊക്കെ നോക്കിക്കണം. അവനാണെങ്കിൽ ഏറ്റവും വലിയ പേടിയാണ്. അവന് പിന്നെ ആയപ്പോഴത്തേക്ക് അവന് പേടിയൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കണ്ടോ ഗൈസ്. അവിടെ മാറി നിൽക്കുകയാണ് അവൻ. 1 കിലോമീറ്റർ ദൂരെയാണ് അവൻ നിന്ന് കത്തിക്കുന്നത്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവനൊന്ന് ഓക്കെ ആയി, എല്ലാം കറക്റ്റായിട്ട് അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അട്ട ആദ്യത്തേത് ശരിയായില്ല ഗൈസ്, തനഞ്ഞ് കിടക്കുന്നതുകൊണ്ടേ. പിന്നെ അടുത്തത് തൊട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ കത്തിച്ച് വയ്ക്കുമായിരുന്നു. അടിപൊളിയായിട്ട് വന്ന് ഞങ്ങൾ വിചാരിച്ച് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കത്തില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് കത്തി കേട്ടോ ഗൈസ്. ഞങ്ങളുള്ളത് എല്ലാം അപ്പം തന്നെ കത്തിച്ചു തറയിലിട്ട് ആയതുകൊണ്ട്. പിന്നെ മഴ പെയ്തുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ആയില്ല ഗൈസ്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നു. ഇങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. അത് ഈ ക്യാമറയിൽ അതിൻ്റെ വെട്ടം കാരണം കാണുന്നില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അടിപൊളിയായിട്ടായിരുന്നു ഗൈസ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഒരുപാട് അതൊക്കെ വെട്ടിക്കാൻ പേടിയാട്ടോ ഗൈസ്. ആകെ ഞാൻ പണ്ട് കത്തിക്കുന്ന കമ്പിത്തിരി മാത്രമായിരുന്നു. ഇപ്പോൾ കൊരപ്പം കത്തിക്കും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കത്തിക്കാറില്ല, എനിക്ക് പേടിയാണ്. ശിവയുടെ കൈ ഇന്നലെയും പൊള്ളി, ഇന്നും പൊള്ളി ഗൈസ്. അവൻ എന്നും എന്തെങ്കിലുമൊക്കെ പൊള്ളുമായിരിക്കും. അവൻ ഇന്നലെയും കൈയൊന്ന് പൊള്ളി, ഇന്നും പൊള്ളി. അവൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് ഗൈസ്. ഒരു റീൽസ് കണ്ടിട്ട് അവൻ അതേപോലെ നിന്ന് ഡാൻസ് കളിക്കുക കേട്ടോ ഗൈസ്. ഞാൻ എന്താ കത്തിച്ചിട്ട് അച്ഛൻ ആ സൈഡിൽ കൊണ്ടുവച്ചു കേട്ടോ ഗൈസ്. പക്ഷെ അത് വലിയ ഇതായില്ല, അതൊന്നും വലിയതായിട്ടൊന്നും ആയില്ല, ഇച്ചിരിയേ ആയുള്ളൂ ഗൈസ്. പിന്നെ അതേം കൂടെ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കൊരവും അതൊക്കെ തീർന്നു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അത്രേ ഉള്ളൂ. ടാറ്റാ.